സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി കറിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള ഞാൻ ചെറിയ പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, അതേപോലെ തന്നെ സബോള, ഇത്രയും ഒരു പിടിയോളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു പഴുത്ത തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മുളക്, അതേപോലെ തന്നെ കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. അപ്പോൾ മുളക് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ഈ മുളക് പൊടിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ആ ഒരു കറിക്ക് ഇത്തിരി കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മളിനി നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലപോലെ തിരുമിയെടുക്കണം. അപ്പോൾ ആ സബോളയുടെ ആ നീരൊക്കെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക ഞെങ്ങി ആ ഒരു കറിയിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടുവാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഞാനിതാ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാവയ്ക്ക, അത് ഇതേപോലെ ചെറിയതായിട്ട് നീളത്തിൽ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ തീ കത്തിക്കുന്നത്. അതിനു മുന്നേ ഞാൻ തീ കത്തിച്ചിട്ടില്ല. ഈ സമയത്ത് നമുക്ക് അടുപ്പ് ഓണാക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആ ഒരു മൂടി വെച്ച് നമുക്ക് ഈ ഒരു പച്ചക്കറി എല്ലാം കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ പുളിയുള്ള മാങ്ങ കുറച്ച് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞത് ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് നല്ല പോലെ വേവിച്ചെടുത്തു. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് നമ്മുടെ തേങ്ങാപ്പാലാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന സമയത്ത് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും അതേപോലെ നമ്മൾ ഉള്ളി താളിച്ചിട്ടതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോണം. അടിപൊളിയാണ് കേട്ടോ.